Hi guys, I'm Vinee Sunil and you are watching Vinee's Max. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ഈസി ട്രിക്കാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷനെ പറ്റിയിട്ട് ഒരുപാട് ട്രിക്സ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രിക്കാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുൻപേ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് ആ ട്രിക്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത് മറ്റൊരു ഈസി ട്രിക്കാണ്. അപ്പം എന്താണ് ഈ ട്രിക്ക്, എങ്ങനെയാണ് ഈ ട്രിക്കിലൂടെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം അല്ലേ. ഫസ്റ്റ് ഞാൻ എടുക്കുന്ന എക്സാമ്പിളാണ് 63നെ 11 എന്ന നമ്പർ കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 63 × 11 എന്നാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം 11 എന്ന നമ്പർ ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ. ഈ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 63ന്റെ അപ്പുറവും ഇപ്പുറവും ഓരോരോ സീറോസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 63ന്റെ അതായത് ഒരു 1 ഡിജിറ്റ് നമ്പർ ആക്കുക. 1 ഡിജിറ്റ് നമ്പറായ 0 നിങ്ങൾ ഫ്രണ്ടിലും ബാക്കിലും എഴുതുന്നു. അപ്പം നമുക്ക് ഇപ്പം നമ്പർ എന്ത് കിട്ടി? 0630 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ് നമ്പർ ആണ്. 11 എന്ന് പറയുന്നത് 2 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പം നിങ്ങൾ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് ആഡ് ചെയ്യുക, അതായത് 0ഉം 3യും കൂടെ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 3 എന്ന് കിട്ടി. നിങ്ങൾ അടുത്ത 2 ഡിജിറ്റ് എടുക്കുക, അതായത് 6ഉം 3യും കൂടെ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 9 എന്ന് കിട്ടി. അടുത്തത് ഫ്രണ്ടിൽ 0ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പം നിങ്ങളെ ആൻസർ ഇപ്പം എന്തായി? 6, 9, 3 എന്നായി മാറി. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം 11 എന്നുള്ള നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾ പഠിച്ച 2 ഡിജിറ്റ് നമ്പറിനോട് 11 മൾട്ടിപ്ലൈ. ഇനി നമുക്ക് 3 ഡിജിറ്റ് നമ്പറിനോട് എങ്ങനെ 11 മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. അപ്പം മറ്റൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 113 × 11. ഓക്കെ, അപ്പൊ 113 × 11 എന്ന് പറയുമ്പോൾ 11 ഇറ്റ് ഈസ് എ 2 ഡിജിറ്റ്. അപ്പൊ അവിടുത്തെ ആ ഡിജിറ്റിലെ എണ്ണങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്, അല്ലാതെ ഫ്രണ്ടിൽ എടുക്കുന്ന നമ്പർ എത്രയോ ഡിജിറ്റ് നമ്പർ ആയിക്കോട്ടെ അത് നിങ്ങൾ ബോദർ ചെയ്യേ വേണ്ട. ഓക്കെ, അപ്പൊ 11 2 ഡിജിറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ എഴുതിയ പോലെ തന്നെ 113 എന്ന് എഴുതിയിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഓരോരോ 0 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും നമ്മൾ എങ്ങനെ എഴുതി? 0 1 1 3 0 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ 11 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ. 2 എറ്റ് എ ടൈം വെച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി 1 2 4 3. അപ്പം നമ്മൾ മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ 11നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി 111നെ കൊണ്ട് എങ്ങനെ നമുക്ക് ഈസിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പം നമുക്കൊരു 2 ഡിജിറ്റ് നമ്പറും ഒരു 3 ഡിജിറ്റായ 111 എടുക്കാം. അപ്പം 76 × 111 അതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, 76 × 111. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 111 അതായത് 111 എന്ന് പറയുന്ന ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 3 ഡിജിറ്റിന് 1 സബ്ട്രാക്ട് ചെയ്തിട്ട് 2 ഡിജിറ്റ് ആക്കുക. 2 ഡിജിറ്റ് എന്ന ഈ 2 0 ഈ നമ്പറിന്റെ മുൻപിലും ബാക്കിലും ആയിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. 111 എന്ന നമ്പർ ഇറ്റ് ഈസ് എ 3 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈ 3 ഡിജിറ്റ് നമ്പറിന് ഒരു ഡിജിറ്റ് കുറച്ചിട്ട് അത്ര നമ്പർ ഓഫ് സീറോസ് ഈ നമ്പറിന്റെ ഫ്രണ്ടിലും ബാക്കിലും എഴുതി കൊടുക്കുക. അപ്പൊ ഈ നമ്പർ ഇപ്പൊ എന്തായി മാറി? 0 0 7 6 0 0. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു. ഇനി 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ലാസ്റ്റിലെ 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റിലെ 3 നമ്പേഴ്സ് ആയ 0 0 6 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 6 കിട്ടുന്നു. 7 6 0 നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നു?
13 എന്ന് കിട്ടുന്നു. ആ 13ൽ 3 എഴുതി 1 അവിടെ റിമൈൻഡർ ബാക്കി വെച്ചു. അടുത്ത 3 ഡിജിറ്റ് ആഡ് ചെയ്തു 0, 7, 6. അപ്പോൾ നിങ്ങൾക്ക് 13 കിട്ടി. ആ 13നോട് നേരത്തെ 1 കൂട്ടുമ്പോൾ 14. അപ്പൊ 4 എഴുതി, ബാലൻസ് 1. ആ 1 അവിടെ തന്നെ മാറ്റി വെക്കുന്നു. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് കൂട്ടി, അതായത് 0, 0, 7. ആ 7ഉം ഈ നേരത്തെ വെച്ച 1ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? 8 കിട്ടി. അപ്പൊ നിങ്ങൾ ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടി. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എഴുതേണ്ട, ശരിക്കും പറയേണ്ടത് 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പറോട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എഴുതുന്നു. അത് പിന്നെ നമ്മൾ കൂട്ടണം അല്ലേ, എന്നിട്ട് ആൻസറിലേക്ക് എത്തണം, ഒരു ഡിജിറ്റ് ഒക്കെ മാറ്റിയിടണം. ഇതൊന്നും നമ്മൾ മെനക്കെട്ടില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ഓക്കെ, അപ്പം നിങ്ങളെ ആൻസർ ഇപ്പൊ ഫൈനൽ ആൻസർ 8, 4, 3, 6. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു 3 ഡിജിറ്റ് നമ്പറിന് തന്നെ നമുക്ക് 4 ഡിജിറ്റ് ആയ 1111, അതായത് 1111 എന്ന നമ്പറിനെ കൊണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 123 into 1111 എന്ന നമ്പറാണ് നമ്മൾ ഇന്ന് ഇപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 1111 എന്ന നമ്പറിൽ 4 ഡിജിറ്റ് ഉണ്ട്. 4 ഡിജിറ്റിന് ഒരു ഡിജിറ്റ് നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് 3 ഡിജിറ്റ് കിട്ടി. അപ്പൊ നിങ്ങൾ ഫ്രണ്ടിൽ എത്ര 0 ഇട്ട് കൊടുക്കണം? 3 zeros in front and 3 zeros in the back. അപ്പം നമ്മൾ രണ്ടും അതൊന്ന് എഴുതി വെക്കുക. അപ്പം 0, 0, 0, 1, 2, 3, again 0, 0, 0. ഓക്കെ, അപ്പം നമുക്ക് അതും കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ 4, 3 at a ടൈം ആണ് നമ്മൾ ആഡ് ചെയ്ത് വന്നത്. അപ്പൊ ഇവിടെ 4 ഡിജിറ്റ്സ് ആണുള്ളത്. 1, 1, 1, 1 എന്ന് പറയുമ്പോൾ 4 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ 4 നമ്പർ നമ്മൾ കൂട്ടിയിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രയാസമില്ല, യൂണിറ്റ് പ്ലേസിന്, അതായത് വൺസിന്റെ പ്ലേസ് 4 നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലെ നമ്പർ അങ്ങോട്ട് ഒഴിവാക്കുക, പിന്നെ അടുത്ത 4 എണ്ണം വെച്ച് ആഡ് ചെയ്യുക, അടുത്ത നമ്പറും അങ്ങോട്ട് ഒഴിവാക്കുക, അടുത്ത 4 എണ്ണം ആഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ ബൈ. അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരും, പുതിയ ട്രിക്കുമായിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.